ഒരു സാക്ഷി ഉള്ളതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഞാനും അയാളോ മരിച്ചു പോയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ. കാരണം അന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ ഒന്ന് പ്രിയപ്പെട്ട നാട്ടിക മിസംസ്യ മഹാനവറുകളാണ്. നമ്മൾ യോജിക്കണം എന്ന് ചിന്തിച്ചു ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ മുഹമ്മദ് ഫൈസിയുടെ വീട്ടിലാണ് ഇരുന്നത്, തിരൂർക്കാട്. ഞങ്ങൾ അവിടെ വെച്ച് ആലോചിച്ചു, യോജിപ്പ് വേണമെന്ന് ചിന്തിച്ചു. അന്ന് മറ്റവരുമായി ബന്ധപ്പെടാൻ എന്നെ നിയോഗിച്ചു. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെന്നാണ്. അവരുടെ മറ്റേ മുസീബത്തിൻ്റെ സാധനം തിരിച്ചുവിട്ട് നമ്മുടെ കൂടെ വരാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. ആ സന്ദേശം ഷംസുലുലമയായി പങ്കുവെക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. സംസാരിച്ച സാക്ഷിയാണ്. എന്നെ ചുമതലപ്പെടുത്തി. KT ഉസ്താദുമായി ബന്ധപ്പെടാൻ നാട്ടിക ഉസ്താദിനെ ചുമതലപ്പെടുത്തി. പാണക്കാട് തങ്ങളുടെ കൂടെ തന്നെ നടക്കുന്ന ആളെന്ന നിലയ്ക്ക് തങ്ങളുമായി ബന്ധപ്പെടാൻ മുഹമ്മദ് ഫൈസിയെയും ചുമതലപ്പെടുത്തി. അങ്ങനെ മഹാനായ ശിവനായ ഷംസുലുലമയെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, മറ്റേ കൂട്ടം തിരിച്ചു വന്നാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആലോചിക്കണ്ട, അതൊക്കെ പോയതാണ്. ഞാൻ കുറേ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, അവർക്ക് പിരിച്ചുവിട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിലോ അതൊന്നും ഇനി നടക്കൂല. കാരണം 6 പേരെ പുറത്താക്കി പകരം 6 പേരെ എടുത്തു കഴിഞ്ഞു. സമസ്തയുടെ നിയമമനുസരിച്ച് ഉഷാവറയും ഇനി ആരെയും മാറ്റാൻ പറ്റൂല. പിന്നെ ഇങ്ങനെ അവരെടുക്കും. കുറച്ച് ഇരുന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് പഴയ നിയമമല്ലേ ശിവന, ഭരണഘടനയിൽ ചെറിയൊരു മാറ്റം വരുത്തി 50 ആക്കിയാൽ അവരാരെ 6 ആളെ എടുക്കാൻ നമ്മളൊരു 4 ആളെ കൂടെ എടുക്കാൻ 50 ആക്കിക്കൂടെ. അപ്പോൾ നീക്കൊരു ഹിക്മത്ത് കൊണ്ടാണോ വന്നത് എന്ന് ചിരിച്ചു കൊണ്ടുപോകും. പിന്നെ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുണ്ടാക്കിയ സ്ഥാപനം അവർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മർക്കസ് അത് അവർക്ക് തിരിച്ചു കൊടുക്കാം, വെള്ളമാക്കാൻ അത് കൊടുക്കാം, പോട്ടെ. മറ്റ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. സമസ്തയുടേത് പട്ടിക്കാട് ജാമിയ മീഡിയ മാത്രമാണ്. മറ്റുള്ളവർ ഓരോ വിഭാഗം നടത്തുകയാണ്. അതുപോലെ അത് അവർ നടത്തിക്കോട്ടെ, നമുക്ക് യോജിച്ചുകൂടെ. കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, വസ്സുലോ ഹൈറായി എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. നീ പാണക്കാടേക്ക് പോയിക്കോളൂ, തങ്ങന്മാരോട് ആലോചിച്ചു. പാണക്കാട് തങ്ങന്മാരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനെതിരല്ല എന്ന് പറഞ്ഞു. അത് ഈ സാധനങ്ങളെ കൊണ്ടുവരുന്ന കാര്യം. ഇതല്ലാതെ ഇവനാരും സമസ്തക്ക് ആവശ്യമാണെന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടില്ല. ഷെയ്ഖുന പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തർ അബൂബക്കർ മുസ്ലിയാർ അവസാനം ആലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല എന്ന് ഷെയ്ഖുന എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുണ്ടോ? ഒരു ബിസിനസ്സുകാരൻ്റെ കൂട്ടത്തിലുണ്ടാവും, രാഷ്ട്രീയക്കാരൻ്റെ കൂട്ടത്തിലുണ്ടാവും. ആലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഡൽഹിയിലോ ബോംബെയിലോ മറ്റോ ഒരു സൂഫി സമ്മേളനം നടത്തി. അപ്പൊ കേരളത്തിലെ സൂഫി പോയി, ഈ സൂഫിയാണ്. അവിടെ പെണ്ണ് സൂഫിയുണ്ട്, ആണ് സൂഫിയുണ്ട്, അല്ലേ? ഡൽഹി സമ്മേളനത്തിൽ പെണ്ണ് സൂഫിന്റെ കൂടെ ഈ ആൺ സൂഫിയും പങ്കെടുത്തു. എന്ത് സൂഫി സമ്മേളനം, എന്ത് സൂഫി സമ്മേളനം! അതിലൊക്കെ വൃത്തികെട്ട ഈ പണ്ഡിതനെ പറ്റി അല്ല നമ്മൾ ചർച്ച ചെയ്തത്. അന്ന് ഇത്രമാത്രം വൃത്തികെട്ടിട്ടില്ലെന്ന്. അപ്പൊ ഞാൻ പറയുന്നു, അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇക്കാഴ്ചകളെ കൊണ്ട് ഞാൻ പറയാണ്, അല്ലേ? ഞങ്ങൾ അതിനു വേണ്ടി ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, ദിവസങ്ങളോളം മെനക്കേട്ടിട്ടുണ്ട്. അവസാനം പാണക്കാട് തങ്ങളെടുത്ത് ഞാൻ പോയപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല. തങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഇവിടെ ശാബദങ്ങളടുത്ത് പോയപ്പോൾ അന്ന് ഷെയ്ഖുന അപ്പോൾ ഹോസ്പിറ്റലിലായി പോയി. എന്നോട് പറഞ്ഞു, അതിപ്പോൾ ഷെയ്ഖുന ഹോസ്പിറ്റലിൽ കിടക്കില്ല. അപ്പോഴാണ് ഭയങ്കര ഇവിടെ ശാബദ ശരിയതാണ്. ഞാൻ ആകെ ബേജാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷെയ്ഖുന ഹോസ്പിറ്റലൊക്കെ വരട്ടെ എന്ന് താല്പര്യം. കുറച്ച് കഴിഞ്ഞ് ഷെയ്ഖുന ഹോസ്പിറ്റൽ ഡിസ്ചാർജായി, വീണ്ടും ഹോസ്പിറ്റലിലായി. ആ മഹാൻ ഈ ലോകത്തോട് ഇവിടെ പോകും. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഷെയ്ഖുനക്ക് മസ്ലഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ ചന്ദ്രീകരിക്കുന്നു. അല്ലാതെ കാന്തപുരത്തെ പറ്റി ഷെയ്ഖുന പറഞ്ഞിട്ടില്ല, അപ്പോൾ പറ്റുന്നവനാന്ന് പറഞ്ഞിട്ടില്ല, അവനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സമസ്തക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷെ മറ്റവരങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ആ പ്രചരണത്തെ എതിർക്കേണ്ടി വന്നാൽ ഏത് വേദിയിലും വരാൻ, തെളിവുകൾ ഉദ്ധരിച്ച് ചെറുത്തു നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അവന്റെ കഥ കഴിക്കാൻ തയ്യാറാണ്. കാര്യത്തിൽ കഥ കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട് എന്നെ ആരും 2ാം നമ്പർ ആക്കാൻ നോക്കണ്ട എന്ന് നിങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഞാനിപ്പോഴും 1-ാം നമ്പർ തന്നെയാണ്. സമസ്തയുടെ 1-ാം നമ്പറാണ്. മഹാനായ ശുഭരാശംസുലമ എന്നെ 1-ാം നമ്പറാക്കിയിട്ടുണ്ട്. എന്നെ 2-ാം നമ്പറാക്കാൻ ഇനി മറ്റൊരാൾക്ക് കഴിയില്ല. അത് ശേഖരക്ക് മാത്രമേ കഴിയൂ. ആ കർത്തവ്യം ശേഖരം നിർവഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 1-ാം നമ്പറാണ്. ഒരു ദിവസം 9 മണിക്കൂറൊക്കെ ഞാൻ സമസ്തയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടറിയാമോ? 9 മണിക്കൂർ 3 സ്റ്റേജുകളിൽ. അതിനുശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. ഞാനന്ന് രോഗിയായി പോയിട്ട് പ്രസംഗിച്ചിട്ട്, രോഗിയായ സമയത്തും ഞാൻ എന്താ പറഞ്ഞതെന്ന്, എനിക്ക് രോഗമുണ്ടായപ്പോൾ ഞാൻ കാന്തപുരത്തിനെതിരെ പ്രസംഗിക്കുമെന്ന് ഞാൻ നേർച്ചയാക്കി. അപ്പോഴാണ് എന്റെ രോഗം ശിഫയായത് എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ആരുടെ ആദർശം മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ. എന്നെ ആരും 2-ാം നമ്പറാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.